ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പ്ലീറ്റഡ് കട്ടിങ്ങിൻ്റെ വീഡിയോ, ഒരു കുർത്തി കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇട്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. മെഷീനൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വർക്കിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇത് നമ്മളൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വർക്കിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നീഡിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒരു സ്ലീവിൻ്റെ എൻഡിലുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പൂർണിമ ബ്രാൻഡാണ് കൂടുതലും. പല പല ബ്രാൻഡിലുള്ള ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട്, എന്നാലും മിക്കവാറും പൂർണിമ ബ്രാൻഡാണ് എൻ്റെ കയ്യിൽ വന്ന് ചേരാറ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ത്രെഡാണ്. നല്ല ഒരു ത്രെഡാണ് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനൊരു ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കളർ ഡ്രസ്സിനും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചീത്തവശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല, അത്രയും നല്ല ഒരു ത്രെഡാണ്. അപ്പോൾ ഞാൻ ഈ ത്രെഡാണ് എല്ലാ കളർ ഡ്രസ്സിലും യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ ബീഡ്സ്, സീക്വൻസ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും, അതായത് ആരി വർക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ചെയിൻ സ്റ്റിച്ചാണ്. ഈ ഒരു നീഡിൽ നമ്മൾ കുത്തിയെടുത്ത് ചെയിനായിട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ സൂചി നൂല് വെച്ച് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെയോ ആരുടെയാണെന്ന് വെച്ചാൽ ഈ മെഷർമെൻറ്റിൽ നമ്മൾ സ്ലീവ് ആദ്യം തന്നെ ഞാനിങ്ങനെ വെട്ടിയെടുക്കും. അപ്പോൾ നമ്മൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അളവ് നോക്കിയിട്ട് ആ ഒരു സ്ലീവ് ഞാൻ എപ്പോഴും വെട്ടിയെടുക്കും. എന്നിട്ട് ആ സ്ലീവ് നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ കൈക്കാണ് അല്ലെങ്കിൽ സ്ലീവിൻ്റെ മിഡിലാണ് വർക്ക് വന്നതെങ്കിൽ അവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തറയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. ഓരോന്നും കുത്തിയെടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ആരി വർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരി വർക്കിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലാസ് ഞാൻ എടുത്തു തരാം. A to Z ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ എടുത്തു തരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏറ്റവും വൃത്തിയായിട്ട് വളരെ, അതായത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന അതേ ഫീലിൽ തന്നെ പഠിപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രമല്ല, നമ്മൾ ലീഫൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചെയിൻ തന്നെയാണെങ്കിലും അതിൽ തന്നെ കുറേ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ അർജൻറ്റായിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ നമുക്കത് എത്രയും വേഗം തീർത്തു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാനും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ഞാനിങ്ങനെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ക് വെച്ചിട്ട് ആണിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കുണ്ടല്ലോ ഹീറ്റ് റൈസബിൾ പെന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ, റെഡ്, വൈറ്റ് അങ്ങനെ പല കളേഴ്സിലും അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ടൊക്കെ വരക്കാം. അപ്പോൾ ആ ഒരു ലൈൻസൊക്കെ നമ്മളൊന്ന് അയൺ ചെയ്യുമ്പോൾ പോയി കിട്ടും. ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ ഡ്രസ്സിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ പെന്നിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊട്ടും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആ പെൻ വെച്ചിട്ട് ചെയ്താലുള്ള ഒരു ഭംഗി ഇത് നമുക്ക് മനസ്സിലാവും. ഭംഗിയല്ല, അത് വേറെ പ്രത്യേകിച്ച് ഭംഗിയല്ല. നമുക്ക് ചോക്കും കൊണ്ട് നമുക്ക് എത്രത്തോളം ഡിസൈൻ വരക്കാൻ പറ്റും നമുക്ക് അത്ര പറ്റില്ല. നമുക്കൊരു പേനയും കൊണ്ടോ ഒക്കെ വരക്കണ പോലെ അത്ര ഇതാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ പേനയും കൊണ്ട് വരച്ചാൽ മാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണല്ലോ. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്.
അപ്പോൾ നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ചിൽ ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്ന് കുത്തിയെടുക്കുക. അതാണ് ഇതിന് ഈ റേറ്റും വരണത്. നമ്മൾ സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് കാണിച്ച് തന്നെയാണ്. ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റിയ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഷോപ്സിലൊക്കെ ബായിമാരൊക്കെ ചെയ്യുന്ന ആ ഒരു അവരുടെ അതേ സ്പീഡ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2018 മുതൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രാക്ടീസ് പോലെ ഇരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസ്. ഏത് ജോലിയും അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യുന്തോറും നമ്മൾ അറിവ് വെച്ച് നമ്മൾ കുറച്ചും കൂടി മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ചെയിനിലേക്ക് നമ്മൾ ഓരോ ബീഡ് ഇട്ട് കൊടുക്കും. നമ്മൾ ഓരോ ലൈൻസ് കഴിയുമ്പോഴും നമ്മൾ അവിടെ ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇട്ട് കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലാസ്റ്റ് ചെയിൻ നമ്മൾ വലിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി ആ ചെയിനിൻ്റെ ആ ഒരു ചെയിൻ അതിൻ്റെ ഉള്ളിലൂടെ ആ ചെയിൻ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അടുത്തൊരു ചെയിനും കൂടി എടുക്കുക. അതായത് അത് ലൂസാക്കി വെച്ചിട്ട് ഇതുപോലൊരു ചെയിൻ എടുത്തിട്ട് ആദ്യം എടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ രണ്ടാമതെടുത്ത ചെയിൻ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞങ്ങൾ ആക്ച്വലി പഠിക്കുമ്പോൾ വേറൊരു രീതിയിലാണ് കേട്ടോ പഠിപ്പിച്ചു തന്നത്. പക്ഷെ അതിലും നല്ലത് എനിക്ക് തോന്നി ഇതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും ടൈറ്റ് ആവണത് ഇതാണ്. ഞാൻ പണ്ട് ഞാൻ ഡിസൈനിങ്ങിന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോൾ നല്ല രീതിയിൽ ലോക്ക് ചെയ്യാനായിട്ട് അവർ പഠിപ്പിച്ചു. പക്ഷേ അതിലും കുറച്ചും കൂടി പല രീതിയിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നമുക്ക് നല്ലതായിട്ട് തോന്നണം കേട്ടോ. നല്ല ഫിറ്റിങ്ങിലിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് വെച്ച് ചെയ്യണോണ്ട് എന്തോ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഇല്ല കേട്ടോ, നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഫുള്ള് ചെയ്തേക്കണ ആ ഒരു ലുക്ക് ഇതാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കും, നല്ല എന്താ പറയുക, നല്ല പെർഫെക്ഷനിലിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.